പക്ഷികളും പട്ടാളവും തമ്മിലൊരു യുദ്ധം. സംഭവം നടക്കുന്നത് 1932 ഓസ്ട്രേലിയയിലാണ്. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിയ സൈനികർക്ക് കൃഷി ചെയ്യാനായി ഓസ്ട്രേലിയൻ സർക്കാർ ഭൂമി നൽകിയിരുന്നു. എന്നാൽ ആ വർഷം ഏകദേശം 20,000 എമു പക്ഷികൾ കൂട്ടത്തോടെ ഈ കൃഷിയിടങ്ങളിലേക്ക് അധിനിവേശം നടത്തി. എമുകൾ കൃഷി നശിപ്പിക്കാൻ തുടങ്ങിയതോടെ കർഷകർ സർക്കാരിനോട് സഹായം അഭ്യർത്ഥിച്ചു. സർക്കാർ എടുത്ത തീരുമാനം വളരെ വിചിത്രമായിരുന്നു. എമുകൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുക. ആയുധങ്ങൾ വെറും വടികളോ വലകളോ അല്ല, പകരം മെഷീൻ ഗണ്ണുകളും ആയിരക്കണക്കിന് തിരകളുമായാണ് പട്ടാളം ഇറങ്ങിയത്. എമുകൾ അത്ര മണ്ടന്മാരല്ല. പട്ടാളം വെടിവെക്കാൻ തുടങ്ങുമ്പോൾ അവ ചെറിയ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പല ദിശകളിലേക്ക് ഓടും. വളരെ വേഗത്തിൽ ഓടാൻ കഴിയുന്നതുകൊണ്ട് സൈനികർക്ക് അവയെ ഉന്നം വയ്ക്കാൻ പ്രയാസമായി. ഏകദേശം 1 മാസത്തോളം നീണ്ട ഈ യുദ്ധത്തിനു ശേഷം പട്ടാളം പരാജയം സമ്മതിച്ച് പിന്മാറി. 10,000-കണക്കിന് വെടിയുണ്ടകൾ ഉതിർത്തുവെങ്കിലും വളരെ കുറച്ച് എമുകളെ മാത്രമേ അവർക്ക് വീഴ്ത്താൻ കഴിഞ്ഞുള്ളൂ. അക്കാലത്തിൽ പത്രങ്ങൾ ഈ സംഭവത്തെ പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതി: എമുകൾ യുദ്ധം ജയിച്ചിരിക്കുന്നു. ആധുനിക ആയുധങ്ങളുമായി വന്ന മനുഷ്യർക്ക് മുന്നിൽ പ്രകൃതിയുടെ വേഗത വിജയിച്ച ഒരു വിചിത്ര ചരിത്രമാണിത്.